Why the snails are crawling slowly? ഈ ലോകം മുഴുവനും ഒച്ചുകളെ കൊണ്ട് നിറയുന്നു. കണ്ടില്ലേ, എങ്ങും എവിടെയും ഒച്ചുകൾ. 25 വർഷങ്ങൾക്ക് ശേഷം അവധിയെടുത്തും തിരക്കുകൾ മാറ്റിവെച്ചും അവർ ഒത്തുകൂടി ആ പഴയ നാടകത്തെ വീണ്ടും അരങ്ങിലെത്തിക്കാൻ. ഈ നാടകത്തിന് ഒരുപാട് പൊളിറ്റിക്സ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അന്ന് കാലത്തിന് മുമ്പേ പറഞ്ഞു പോയ സിനിമകൾ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, നോവലുകൾ എന്നൊക്കെ, അതേപോലത്തെ ഒരു കഥയാണ് ഒച്ചുകൾ. 25 വർഷം മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും ഇന്നത്തെ കാലത്തിന് പ്രസക്തിയുള്ള, ഇന്നത്തെ ഗാസയും കോവിഡ് അടക്കം മുമ്പേ പറഞ്ഞു പോയ കഥയാണ്. ആ മഹാരോഗത്തിന്റെ പിടിയിൽ അമരാൻ പോവാ. വാർത്തകളെല്ലാം വന്നു കഴിഞ്ഞിരിക്കുന്നു. അന്ന് ഞങ്ങൾ ചെയ്ത കഥാപാത്രത്തിന്റെ യഥാർത്ഥ പ്രായത്തിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ വന്ന് വിദ്യാർത്ഥികളാണ്, വലിയ ആളുകളായിട്ട് അഭിനയിക്കുന്നത്. ആ പ്രായത്തിലേക്ക് എത്തിയപ്പോൾ ഞങ്ങൾ ആ നാടകം ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആഹാരം കഴിക്കുന്നത് പോലെ മെഡിസിൻ വെട്ടി വിഴുങ്ങുന്നവർക്കിടയിൽ അനന്തു, നിന്റെ ജോലിക്ക് ഒത്തിരി സാധ്യതകളാണുള്ളത്. പുതിയ കാലത്തിന് അനുസൃതമായ ചെറിയ മാറ്റമൊഴിച്ചാൽ നാടകവും അഭിനേതാക്കളും പഴയത് തന്നെ. ഈ ഒരു നാടകം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കൂടെ പ്രധാന കഥാപാത്രമായി നിന്നിട്ടുള്ള PP രാജേഷിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് കൂടിയാണ്. അപ്പോൾ സതീഷ് ചേട്ടനെ തന്നെ ആദ്യം കോൺടാക്ട് ചെയ്തു. അപ്പോൾ സതീഷ് ചേട്ടൻ ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്കിത് ഭയങ്കര ആവേശമായി. നാടകത്തിന്റെ സംവിധായകനായ സതീഷ് കെ സതീഷിന് പ്രിയപ്പെട്ട കുട്ടികളെ തിരിച്ചു കിട്ടിയ സന്തോഷമാണ് ഇന്ന്. ശ്രദ്ധിക്കുന്നില്ല, ടൗൺ മാറുന്നു. ഈ ഒരു പ്ലേഗിന് പകരം ഇപ്പം കോവിഡിനെയാണ് നമ്മൾ അതിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെയാണ് അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ 25 വർഷം കഴിഞ്ഞാലും ഇനി കാലം എത്ര കഴിഞ്ഞാലും നമ്മൾ ആ ഷെൽട്ടറിൻ്റെ ഉള്ളിലേക്കായിരിക്കും വലിയ. നാടകം എന്നത് ഒരു കൂട്ടായ്മയുടെ കലയാണ്. കാലം ഇത്ര കടന്നു പോയിട്ടും ആ നാടകത്തിന്റെ ആർജവം ഇവരുടെ ഉള്ളിൽ നിന്നും മാഞ്ഞിട്ടില്ല. 25 വർഷങ്ങൾക്ക് ശേഷം ഫറൂഖ് കോളേജിന്റെ ആരവങ്ങൾ ഏറ്റുവാങ്ങാൻ ഇവർ ഒരുങ്ങിക്കഴിഞ്ഞു. മനോജ് പയ്യന്നൂരിനൊപ്പം നയൻതാര, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. രാഹുൽ ജി നാഥുണ്ട്. രാഹുൽ, ഗുഡ് മോർണിംഗ്. രാഹുലും പണ്ട് സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോൾ കളിച്ചിരുന്ന നാടകം വീണ്ടും ഈ ഒരു റിപ്പോർട്ട് കണ്ടപ്പോൾ പുനരാവിഷ്കരിക്കണം എന്നൊക്കെ തോന്നുന്നുണ്ടോ? തീർച്ചയായും ആ ഓർമ്മകളുടെ ഒരു ശക്തി അല്ലെങ്കിൽ അതിൻ്റെ മനോഹാരിത അത് കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മൾ ഈ റീയൂണിയനൊക്കെ പ്ലാൻ ചെയ്യുമ്പോഴും അലുമിനി മീറ്റിങ്ങൊക്കെ പ്ലാൻ ചെയ്യുമ്പോഴും ഈ പറഞ്ഞ പോലെ പഴയ നാടകങ്ങളിലേക്കും പഴയ പാട്ടുമൊക്കെ പാടുന്നതും സന്തോഷമാണ്. കാരണം ഈ അടുത്ത് തന്നെ കലോത്സവ റിപ്പോർട്ടിങ്ങിന് പോയപ്പോൾ പഴയ വട്ടപ്പാട്ടൊക്കെ ഓർത്തെടുത്ത അതേ മനസ്സുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് റിപ്പോർട്ട് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം അവർ പറയുന്നൊരു കാര്യം, ഈ പറഞ്ഞതുപോലെ ഒരാളുടെ ഓർമ്മയിലേക്കാണ് അവർ സഞ്ചരിച്ച് തിരിച്ചു പോകുന്നത്. അതുകൂടാതെ അന്ന് ചെയ്ത നാടകത്തിൻ്റെ കഥാപാത്രങ്ങൾ ചെയ്യാൻ ഉള്ള പ്രായം ഇപ്പോഴാണ് ആയത്. അന്ന് വിദ്യാർത്ഥികളായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഈ പറയുന്ന പോലെ അവരെല്ലാം ഒത്തുചേരുന്നു, ഒരാൾ മാത്രം അവിടെ ഇല്ലാതാകുന്നു, അയാൾക്ക് വേണ്ടി നാടകം ചെയ്യുന്നത് മനോഹരമായൊരു കാര്യമാണ്. 2, ആ നാടകത്തിൻ്റെ ഫ്രെയിം, എനിക്ക് സംവിധായകനാണെന്ന് തോന്നുന്നു, അദ്ദേഹം പറയുന്നത് അന്ന് പ്ലേഗ് ആയിരുന്നു, അന്ന് രോഗബാധയായിരുന്നു, ഇന്നത് കോവിഡാക്കി മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഈ നാടകം എഴുതുന്നവരുടെ, അഭിനയിക്കുന്നവർക്കൊക്കെ ഈ പറയുന്നൊരു പൊതുബോധം, ആ ഉണ്ടാകുന്ന സ്ക്രിപ്റ്റിലുണ്ടാകുന്ന ആ ഒരു കറണ്ടായിട്ട് നിൽക്കുന്ന കാര്യങ്ങളിലേക്കൊക്കെ എഴുതാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. കാരണം ഇന്ന് കോവിഡ് പോലും റീപ്ലേസ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ അന്ന് ചെയ്ത 25 വർഷം മുമ്പ് ചെയ്ത നാടകം ശക്തിയായി നിൽക്കുന്നു എന്നുള്ളതാണ്. ആ ശക്തി തന്നെയാണ് ആ മനുഷ്യരുടെ ഉള്ളിലുള്ളത്. അവർ അവധിയെടുത്തും ഒഴിവെടുത്തും ഒക്കെ ഒരുമിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇനിയും പുതിയ പുതിയ നാടകങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ മനോഹരമായി നാടകങ്ങളും കലാരൂപവും ഒക്കെ ഇങ്ങനെയുള്ള മനുഷ്യരിലൂടെ മുന്നോട്ട് വരട്ടെ. അത് സന്തോഷം തന്നെയാണ്. തീർച്ചയായും നമ്മൾ പറയും നാടകങ്ങളൊക്കെ വെറും കലോത്സവ വേദികൾ മാത്രമായി ഒതുങ്ങിപ്പോയി എന്ന്. അങ്ങനെയല്ല, നാടകങ്ങളൊക്കെ ഇപ്പം എല്ലാവരും ഒരുപാട് അഭിനയ പ്രേമികൾ, അഭിനയമോഹമൊക്കെയുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ നാടകങ്ങളൊക്കെ പൊടി തട്ടിയെടുത്ത് പഴയകാല നാടകങ്ങളും പുതിയ നാടകങ്ങളും ഒക്കെ ഒരുപാട് പൊതുവേദികളിലേക്ക് വരട്ടെ. ശരി രാഹുൽ.